ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. കാര്യം ഇന്നാണ് നമ്മുടെ കമ്പനിയുടെ ഇഫ്താർ പാർക്ക്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി എൻട്രൻസിലൂടെ കയറി പോവുകയാണ്. ലിഫ്റ്റിൽ അതാ ഉന്തും തള്ളും. ഞാൻ നേരെ വേറെ ഏതോ വഴിയിലെത്തി. അവസാനം വഴി കണ്ടുപിടിച്ച് നേരെ നമ്മൾ എത്തിയത് ഹോട്ടലിൻ്റെ ഒരു ഔട്ട്ഡോർ സെറ്റപ്പിലോട്ടാണ്. അവിടെയാണ് നമ്മുടെ പാർട്ടി നടക്കുന്നത്. നമുക്ക് പിന്നെ ഒട്ടും സമയമില്ല. ആദ്യം തന്നെ നമ്മൾ തുടങ്ങി. നവീൻ അതാ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുത്തി പറക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല. കാര്യം എല്ലാം അറബിക് ഐറ്റംസാണ്. നമ്മുടെ നാട്ടിലെ ടേസ്റ്റും ഇതും കുറച്ച് ഡിഫറെൻ്റ് ഉണ്ടാവും. കുറച്ച് പുതിയ ടേസ്റ്റുകളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും വിടാതെ എല്ലാ ഐറ്റം ചെറുതായിട്ടെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നെ അധികം വേണ്ടാത്തതുകൊണ്ട് കുറച്ച് എടുത്തോളൂ, അത്രയും മതി. അവിടെ നേരെ നമ്മൾ ഡെസേർട്ട് സെക്ഷനിലോട്ട് പോയി. ചോക്ലേറ്റ് ഐറ്റംസ്, കുറച്ച് കേക്ക്, അതൊക്കെ കഴിച്ചതിന് ശേഷം ഒട്ടുമിക്ക എല്ലാ ഡെസേർട്ട്സും നമ്മളൊന്ന് ട്രൈ ചെയ്തു. തൊട്ടടുത്ത് ബിസ്ക്കറ്റിൻ്റെയും കുക്കീസിൻ്റെയും ഒരു സെക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത കൗണ്ടറിലോട്ട് പോയി. അവിടെ കുറച്ച് വെറൈറ്റി ഐറ്റംസ്, മുഴുവൻ നാരങ്ങ ഉപ്പിലിട്ടതും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, സാലഡ് ഐറ്റംസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒലീവ് ഉപ്പിലിട്ടത്. ഈ സെക്ഷനിൽ കൂടുതലും സാലഡിൻ്റെ വെറൈറ്റീസ് തന്നെയാണുള്ളത്. അതും എല്ലാം ഒരു അറബിക് ടച്ചിലുള്ള കുറച്ച് ഐറ്റംസ് ആണുള്ളത്. ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. ഗൾഫ് കൺട്രീസിലെ ഫുഡൊന്നും ഇതുവരെ അങ്ങനെ വലുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു ഹ്യൂജ് ഡിഷസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുന്നത്. പിന്നെ ഇവിടെ പിസ്സ ഉണ്ട്, അങ്ങനെ തൊട്ടടുത്ത ലാമ്പ് കൊണ്ടുള്ള മന്തി ഉണ്ടായിരുന്നു, പിന്നെ ഗ്രിൽഡ് ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റം. അങ്ങനെ അങ്ങ് ദൂരെ ബുർജ് ഖലീഫ കാണാം. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തോടെ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ നേപ്പാളി ഫ്രണ്ട്സിനെ കണ്ടത്. ഇതാണ് നമ്മുടെ കമ്പനിയിലെ നേപ്പാളി ഫ്രണ്ട്സ്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തോന്നിയത് നമുക്ക് പല കൺട്രീസിൽ നിന്നും ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ മെജോറിറ്റി ആൾക്കാർ മലയാളീസ് ആണെങ്കിലും നമുക്ക് 150 രാജ്യങ്ങളിലുള്ള ആൾക്കാർ വരെ ദുബായിലുണ്ട്. പല ആൾക്കാരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഒരു ഓവറോൾ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ഒരു ഫസ്റ്റ് ടൈമാണ് ഒരു ഇഫ്താർ പാർട്ടിയിൽ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഇത് കണ്ണോപ്പറേഷൻ കഴിഞ്ഞാലുള്ള ചാരി വെച്ചിരിക്കുന്നതല്ല, നേപ്പാളികളെ ഫോട്ടോഷൂട്ടാണ്. ഇനി അടുത്ത നോമ്പ് തുറക്കി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ ഗൈസ്. എല്ലാം കൊണ്ടും വയറും മനസ്സും നിറഞ്ഞൊരു ദിവസമായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ഗൈസ്. ബൈ.